നമസ്കാരം. റിപ്പോർട്ടർ ചാനലും അതിൻ്റെ എഡിറ്റർ ഇൻ ചീഫ് അരുൺ കുമാറും ചേർന്ന് അടൂർ പ്രകാശ് എംപിക്കെതിരെ കെട്ടിച്ചമച്ച നാടകീയമായ ആരോപണങ്ങൾ ഇപ്പോൾ വസ്തുതകൾക്ക് മുന്നിൽ തകർന്നടിയുന്ന കാഴ്ചയാണ് നാം കാണുന്നത്. സ്വർണ്ണക്കള്ളക്കടത്ത് കേസിലെ വിവാദ നായകനായിട്ടുള്ള ഉണ്ണികൃഷ്ണൻ പോറ്റിയെ മുൻനിർത്തി അടൂർ പ്രകാശിനെ രാഷ്ട്രീയമായി തകർക്കാൻ ലക്ഷ്യമിട്ടുകൊണ്ടുള്ള ആസൂത്രിതമായിട്ടുള്ള നീക്കങ്ങൾക്കാണ് ഇപ്പോൾ കനത്ത തിരിച്ചടി ലഭിച്ചിരിക്കുന്നത്. എം പി ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി ബാംഗ്ലൂരിൽ രഹസ്യ കൂടിക്കാഴ്ച നടത്തിയെന്നും അദ്ദേഹത്തെ സോണിയാഗാന്ധിക്ക് പരിചയപ്പെടുത്തിയെന്നുമുള്ള ചാനലിൻ്റെ അടിസ്ഥാനരഹിതമായിട്ടുള്ള വാദങ്ങൾ ഓരോന്നും കൃത്യമായ തെളിവുകൾ നിരത്തിക്കൊണ്ട് അടൂർ പ്രകാശ് പൊളിച്ചെടുക്കിയിരിക്കുകയാണ്. രാഷ്ട്രീയ ഗൂഢാലോചനയുടെ ഭാഗമായി ചാനൽ പടച്ചുവിട്ട ഇത്തരം നുണക്കഥകൾ പൊതുസമൂഹത്തിന് മുന്നിൽ തുറന്നു കാട്ടപ്പെട്ടതോടെ മാധ്യമവേട്ടയാടലിൻ്റെ മറ്റൊരു അധ്യായം കൂടി പരാജയപ്പെട്ടിരിക്കുകയാണ്. തന്നെ ലക്ഷ്യം വെച്ചുള്ള ഏത് ചോദ്യങ്ങളെയും നേരിടാൻ തയ്യാറാണെന്ന ആത്മവിശ്വാസത്തോടെയാണ് അടൂർ പ്രകാശ് മാധ്യമങ്ങളെ അഭിമുഖീകരിച്ചത്. ഒളിച്ചോടാൻ താനൊരു കുറ്റവാളിയല്ലെന്നും തന്നെ ആർക്കും എപ്പോഴും ഭയരഹിതമായിട്ട് ചോദ്യം ചെയ്യാമെന്നുമുള്ള അദ്ദേഹത്തിൻ്റെ നിലപാട് റിപ്പോർട്ടർ ചാനലിൻ്റെ ഗൂഢമായിട്ടുള്ള അജണ്ടകളെ അപ്രസക്തമാക്കിയിരിക്കുകയാണ്. ഒരു പൊതുപ്രവർത്തകൻ എന്ന നിലയിൽ തന്നെ കാണാൻ വരുന്നവരോട് മാന്യമായിട്ട് പെരുമാറുക എന്നത് തൻ്റെ ശൈലിയാണെന്നും അങ്ങനെ കാണാൻ വരുന്നവർ ഭാവിയിൽ ഏതെങ്കിലും കേസിൽ പ്രതികളാകുമോ എന്ന് മുൻകൂട്ടി പ്രവചിക്കാൻ താൻ പ്രവാചകനല്ലെന്നും അദ്ദേഹം ശക്തമായ ഭാഷയിൽ വ്യക്തമാക്കി. തൻ്റെ വ്യക്തിത്വത്തെയും കുടുംബത്തെയും അധിക്ഷേപിക്കുന്ന തരത്തിൽ വാർത്തകൾ നൽകുന്നവർക്കെതിരെ വിട്ടുവീഴ്ചയില്ലാത്ത നിലപാട് അദ്ദേഹം സ്വീകരിച്ചിരിക്കുകയാണ്. വാർത്താ സമ്മേളനത്തിനിടയിൽ ചോദ്യങ്ങൾ ചോദിക്കാൻ മുതിർന്ന റിപ്പോർട്ടർ ചാനൽ പ്രതിനിധിയെ അതീവ ഗൗരവത്തോടെയാണ് അദ്ദേഹം നേരിട്ടത്. മരമുറി ചാനൽ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നവർക്ക് തൻ്റെ ധാർമ്മികതയെ ചോദ്യം ചെയ്യാൻ അവകാശമില്ലെന്ന് അദ്ദേഹം ആഞ്ഞടിച്ചു. രാഷ്ട്രീയ എതിരാളികൾക്കായി ചാനൽ മെനയുന്ന തിരക്കഥകൾക്ക് താൻ പുല്ലുവിലയാണ് കൽപ്പിക്കുന്നതെന്നും വസ്തുതകൾ വളച്ചൊടിച്ച് പൊതുജനമധ്യത്തിൽ തന്നെ മോശക്കാരനായിട്ട് ചിത്രീകരിക്കാനുള്ള ശ്രമം വിജയിക്കില്ലെന്നും അദ്ദേഹം ഉറപ്പിച്ചു പറഞ്ഞു. തനിക്ക് ആരോടും ഒളിക്കാനൊന്നുമില്ലെന്ന അദ്ദേഹത്തിൻ്റെ പ്രഖ്യാപനം മാധ്യമങ്ങളുടെ മുഖത്തോട് മുഖം നോക്കി മറുപടി പറയാനുള്ള അദ്ദേഹത്തിൻ്റെ ആർജവത്തെയാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. കേരളത്തിലെ മറ്റ് രാഷ്ട്രീയ നേതാക്കളുടെ നിലപാടുകളുമായി താരതമ്യം ചെയ്യുമ്പോൾ അടൂർ പ്രകാശിൻ്റെ ഈ തുറന്ന സമീപനം ഏറെ ശ്രദ്ധേയമാണ്. ഗൗരവമേറിയ വിഷയങ്ങളിൽ മാധ്യമങ്ങൾ പ്രതികരണം തേടുമ്പോൾ കടക്ക് പുറത്ത് എന്ന ശൈലി സ്വീകരിക്കുന്ന മുഖ്യമന്ത്രിയെയും അസ്വസ്ഥതയോടെ മൗനം പാലിക്കുന്ന കടകംപള്ളി സുരേന്ദ്രനെ പോലെയുള്ള മുൻ മന്ത്രിമാരെയും കേരളം കണ്ടിട്ടുണ്ട്. എന്നാൽ മാധ്യമങ്ങളെ ഭയന്നൂടുന്ന CPM നേതാക്കളുടെ നാട്ടിൽ ഏത് കടുത്ത ചോദ്യങ്ങൾക്കും കൃത്യമായ മറുപടി നൽകാൻ തയ്യാറാകുന്ന അടൂർ പ്രകാശിൻ്റെ ഈ ധീരത അത് സത്യം തൻ്റെ പക്ഷത്താണ് എന്ന കൃത്യമായ ബോധ്യമുള്ളതുകൊണ്ട് തന്നെയാണ്. 2026 തെരഞ്ഞെടുപ്പ് ലക്ഷ്യം വെച്ച് കോൺഗ്രസ് നേതൃത്വത്തെ തളർത്താൻ നടത്തുന്ന ഇത്തരം കുൽസിത നീക്കങ്ങൾ അത് ജനങ്ങൾ തീർച്ചയായിട്ടും തിരിച്ചറിയുന്നുണ്ടെന്നും ഇത്തരം തിരക്കഥകൾക്ക് അധികകാലം ആയുസ് ഉണ്ടാകില്ലെന്നും ഈ വാർത്താ സമ്മേളനം അടിവരയിടുകയാണ്. ഏതായാലും അടൂർ പ്രകാശിൻ്റെ ആ പ്രതികരണത്തിലേക്ക് നമുക്ക് പോകാം. ഇത്തരം കാര്യങ്ങളിലേക്കൊന്നും കടന്നുപോകുന്നില്ല. എന്തായാലും ഞാൻ ഇദ്ദേഹത്തോടൊപ്പം സോണിയാഗാന്ധിയെ കാണാൻ പോയിട്ടുണ്ട്. പോയത് അല്ല അത് എൻ്റെ മാന്യതയ്ക്ക് യോജിക്കാത്ത ഒരു കാര്യത്തിന് ഞാൻ സാധാരണഗതിയിൽ ഇത് മാത്രമല്ലല്ലോ, പണ്ടും എന്നെക്കുറിച്ച് അറിയാവുന്ന നിങ്ങൾ പല ആളുകളും കാണും, പറയുന്ന ആളുകൾ നമ്മൾ അങ്ങനെ ഒരാളിനെ ക്രൂശിക്കാൻ ഞാൻ തയ്യാറല്ല. ബാംഗ്ലൂരിൽ നടന്ന കൂടിക്കാഴ്ച അത് എങ്ങനെയായിരുന്നു? ബാംഗ്ലൂർ വേറെ ഒരു കൂടിക്കാഴ്ചയും നടന്നില്ല. ഞാൻ അവിടെ ഉണ്ട് എന്നറിഞ്ഞ് എന്നെ കാണാൻ വന്നു. എനിക്കൊരു ഗിഫ്റ്റാണ് ഈ കൊണ്ടുവന്നത്. ഗിഫ്റ്റ് എന്ന് പറയുന്നത് നിങ്ങൾ തെറ്റിദ്ധരിക്കുന്ന പോലുള്ള ഗിഫ്റ്റുകൾ. അപ്പൊ ഗിഫ്റ്റ് എന്ന് പറയുന്നത് പിന്നെ ഞാൻ പറഞ്ഞല്ലോ, അതിനകത്ത് ഉണ്ടായിരുന്നത് കുറച്ച് ഡേറ്റ്സും മറ്റെന്തോ ചെറിയ സാധനങ്ങളാണ്. ഞാൻ അവിടെ ഉള്ളവർക്ക് തന്നെ അപ്പൊ തന്നെ കൊടുക്കുകയും ചെയ്യും. അപ്പോ അല്ല അതേക്കുറിച്ച് ഞാൻ പറയാം. എന്റെ ഓർമ്മ ഞാൻ പൂർണ്ണമായി നിങ്ങൾ കവറിനെ കുറിച്ച് ചോദിക്കുമ്പോൾ 2019 നടന്ന സംഭവമാണ്. ആ കവറ് എന്റെ ഓർമ്മ എന്താണെന്ന് ചോദിച്ചാൽ അദ്ദേഹത്തിന്റെ സഹോദരിയുടെ മകളുടെ എന്തോ ചടങ്ങ്, അതാണ് ഈ വെഞ്ഞാറമൂട്ടി ഞാൻ പോയി എന്ന് പറയുന്നത്. വെഞ്ഞാറമൂട്ടി പോയി എന്ന് പറയുന്നത് അതിന്റെ ഒരു ഇൻവിറ്റേഷനാണ് തന്നതെന്നാണ് എന്റെ ഒരു ഓർമ്മ. ഇതില് ആദ്യം പറഞ്ഞിരുന്നത് പോറ്റിയുമായി മണ്ഡലത്തിൽ നിന്നുള്ള ഒരാളെന്നുള്ള നിലയിൽ ഒരു പരിചയം ആണ് ഉള്ളത് എന്നാണ് പറഞ്ഞിരുന്നത്. ഈ കൂടുതൽ ചിത്രങ്ങളൊക്കെ വരുമ്പോൾ അതുകൊണ്ടാണ് ഈ കൂടുതൽ ചോദ്യങ്ങളൊക്കെ വരുന്നത്. അപ്പൊ അന്ന് ഇങ്ങനെ ഒരു പരിചയം എന്ന് പറയുകയും ഇപ്പൊ കുറച്ചുകൂടെ ബന്ധം ഉണ്ടായിരുന്നു എന്നുള്ള അല്ല, എന്ത് ബന്ധമാണ്? ഇപ്പൊ ഞാൻ ചോദിക്കുക, ഇപ്പൊ നിങ്ങൾ പിന്നെ അവിടെ വന്നിട്ട് എന്നെ വന്ന് കാണുന്നു, ഒരു ചാനൽ പ്രവർത്തകൻ എന്നുള്ള നിലയിൽ നിങ്ങൾ എന്നെ കാണുമ്പോൾ നിങ്ങളോട് ഞാൻ മാന്യമായി പെരുമാറുക എന്ന് പറയുന്നതാണ് ഒരു പൊതുപ്രവർത്തകന്റെ ലക്ഷ്യം. ആ മാന്യമായി കാണുന്നത് തെറ്റായി നിങ്ങൾ ചിത്രീകരിക്കാൻ പാടില്ല. പിന്നെ ഒരു മരണമായി കല്യാണമായി അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഒരു നിയോജകമണ്ഡലത്തിലെ ഉണ്ടാകുമ്പോൾ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രവർത്തിക്കുക എന്ന് പറയുന്നത് എൻ്റെ മുൻകാല ചരിത്രം നിങ്ങൾ എടുത്ത് പരിശോധിച്ചാൽ നിങ്ങൾക്കത് നന്നായി മനസ്സിലാക്കാൻ കഴിയും. കോന്നിയിലെ ഞാൻ 23 വർഷക്കാലം MLA ആയിരിക്കുകയും മന്ത്രിയായി പ്രവർത്തിക്കുകയും ചെയ്ത ഒരാളാണ്.
ആ പ്രവർത്തിക്കുന്ന കാലഘട്ടങ്ങളിലൊക്കെ തന്നെ അവിടെ നടക്കുന്ന ഓരോ ചടങ്ങിലും എന്നെ വിളിക്കാറുണ്ട്. മന്ത്രിയായിരിക്കുന്ന സമയത്ത് പോലും എന്നെ വിളിച്ചു എങ്കിലും എനിക്ക് ആ സമയത്തോടി എത്താൻ കഴിഞ്ഞില്ല എങ്കിലും പിന്നീട് ഏതെങ്കിലും സമയത്ത് ഞാൻ ആ വീട്ടിൽ പോകാറുണ്ട്, അവരെ കാണാറുണ്ട്, കണ്ടിട്ടുണ്ട്. അതിൻ്റെയൊക്കെ സ്നേഹവും വിശ്വാസവുമാണ് എന്നിൽ അവരർപ്പിച്ചിട്ടുള്ളത്. ചോദിച്ചു. ഇത്ര വിവാദമായി ഈ സാഹചര്യത്തിൽ ഇങ്ങനെ ചിത്രങ്ങൾ വരുന്നു, അതിൽ പ്രതിരോധം തീർക്കുന്നു, കാര്യങ്ങൾ സംസാരിക്കുന്നു. പക്ഷെ ഇതെല്ലാം കൂട്ടി യോജിക്കുമ്പോൾ അങ്ങ് വഴിയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി സോണിയാഗാന്ധിയിലേക്ക് എത്തിയതെന്ന് അത് തെറ്റായ ധാരണയാണ്. ആ തെറ്റായ ധാരണ ദയവ് ചെയ്ത് നിങ്ങൾ തിരുത്തുക. അതേ ഉള്ളൂ എനിക്ക് പറയാനുള്ളത്. അപ്പൊ ഇത്രയും സുരക്ഷ സോണിയാഗാന്ധിയുടെ അടുത്ത് വരെ എത്താൻ ഉണ്ണികൃഷ്ണൻ പോറ്റി മാത്രമല്ല ഇതിൽ ഉൾപ്പെട്ട ഗോവർദ്ധൻ ഉൾപ്പെടെയുള്ളവര് സോണിയാഗാന്ധിയെ പലതവണ കണ്ടിട്ടുണ്ട്. അപ്പൊ നിങ്ങളെക്കാളൊക്കെ തന്നെ ഈ കോൺഗ്രസ് എംപിമാരെക്കാട്ടിയും കർണാടകയെക്കാട്ടിയും കൂടുതൽ സ്വാധീനം പോറ്റിക്ക് സോണിയാഗാന്ധി കണ്ടിട്ടുണ്ട്. എനിക്ക് അത്തരം കാര്യങ്ങൾക്ക് മറുപടി പറയാൻ ഞാൻ ആളല്ല. ഈ നടന്ന സംഭവത്തെക്കുറിച്ച് എന്നോട് ചോദിച്ചാൽ അതിന്റെ മറുപടി ഞാൻ പറയും. അത് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ആ മറുപടി പറഞ്ഞു കഴിഞ്ഞു. അതിനപ്പുറത്ത് അതേക്കുറിച്ചൊന്നും പറയാം. അല്ല, അത് ഞാൻ പറഞ്ഞല്ലോ. എനിക്ക് പിന്നെ 2019-ലോ 20-ലോ നടന്ന സംഭവമാണ്. എനിക്ക് അതേക്കുറിച്ച് നല്ല ഓർമ്മ വരുന്നില്ല. ഞാൻ എന്ന് വിചാരിച്ച് ഓർമ്മ വരുന്നില്ല എന്ന് പറയുമ്പോൾ നിങ്ങൾ നാളെ കൊടുക്കും അവന് സ്ഥിരബോധം ഇല്ലാത്തവരാണ് എന്ന് മരമുറി ചാനലിൽ കൊടുക്കുമെന്ന് എനിക്കറിയാം. മരമുറി ചാനൽ അത് തന്നെ കൊടുക്കുമെന്ന് എനിക്ക് നന്നായി അറിഞ്ഞുകൊണ്ട് ഞാൻ മറുപടി പറയുന്നു. മരമുറി ചാനൽ സ്ഥിരബോധം ഇല്ലാത്ത ഒരാൾ വന്നിരുന്ന് കാര്യങ്ങൾ പറഞ്ഞു എന്ന് തന്നെ നിങ്ങൾ കൊടുക്കൂ എന്ന് ഉത്തമ ബോധ്യമുള്ള ഒരാളാണ് ഞാൻ. താങ്കൾക്കെതിരെ ഒരു ആരോപണം, ഒരു ദൃശ്യങ്ങൾ പുറത്തേക്ക് നമ്മൾ സംപ്രേഷണം ചെയ്തു. അപ്പോൾ അത് ക്ലാരിറ്റി വരുത്തുക എന്നാണ് ചോദ്യങ്ങൾ ഉദ്ദേശിക്കുന്നത്. അതിന്റെ ക്ലാരിറ്റി ആണല്ലോ ഞാൻ പറഞ്ഞത്. അതിന്റെ ക്ലാരിറ്റി പറഞ്ഞു. ഞാൻ പറയാൻ തുടങ്ങിയപ്പോൾ തന്നെ അങ്ങ് എന്നോട് ചോദിച്ചു എന്താണ് പിന്നെ ശോഭിതനായി സംസാരിക്കുന്നത്. ഞാൻ ശോഭിതനായി സംസാരിച്ചിട്ടില്ല. ഞാൻ സൗഹാർദ്ദത്തോടു കൂടിയാണ് നിങ്ങൾ എല്ലാവരെയും കണ്ടത്. നിങ്ങൾ എന്നെ രാവിലെ മുതൽ വിളിച്ചല്ലോ. ഞാൻ എന്താ ഫോൺ എടുക്കാതിരുന്നത്? ഒരിക്കൽ മാത്രം എടുത്തു. ഒരിക്കൽ എടുത്തിട്ട് ഞാൻ നിങ്ങളോട് മറുപടി പറഞ്ഞു എന്താ, ഞാൻ നിങ്ങളുടെ ചാനൽ കണ്ടോണ്ടിരിക്കുകയാണ്, അതൊന്ന് കണ്ടോട്ടെ എന്നാണല്ലോ മറുപടി. താങ്കളായിരിക്കും ആരാ വിളിച്ചതെന്ന് എനിക്കറിയില്ല. ഏതായാലും എന്നെ വിളിച്ചപ്പോൾ ഞാൻ അങ്ങനെ ഒരു മറുപടി പറഞ്ഞിട്ടുണ്ട്. അതുകൂടി നിങ്ങൾ പറയണ്ടേ? അത് പറഞ്ഞില്ലല്ലോ. വാർത്താ സമ്മേളനം തുടങ്ങിയപ്പോൾ പറഞ്ഞത് ഇന്ന് രാവിലെ മുതൽ ഈ വാർത്തകൾ കാണുന്നതാണ്. ഇപ്പൊ രാവിലെ വാർത്ത കണ്ട് എന്തൊക്കെയാ പറയേണ്ടതെന്ന് ആലോചിച്ച് ഓർത്തെടുത്തു. എന്താണ് തന്ന ക്ഷണക്കത്ത് അത് മാത്രം അല്ലല്ലോ. ഞാനിപ്പോ ക്ഷണക്കത്ത് ഇപ്പോ എന്നെ നിരവധി ആളുകൾ കല്യാണങ്ങൾക്ക് വിളിക്കാറുണ്ട്. നിരവധി ആളുകൾ മറ്റോരോ സംരംഭങ്ങളുമായി ബന്ധപ്പെട്ട് വിളിക്കാറുണ്ട്. അത്തരം കാര്യങ്ങളൊക്കെ പണ്ട് നടന്നിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെ എന്നതിനെ കുറിച്ച് ഓർത്തിരുന്ന് പറയാൻ പറ്റുന്നില്ല. അതെ, നിത്യ സന്ദർശകൻ എന്ന് പറഞ്ഞാൽ ഞാൻ പോയ 2-3 കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ ഞാൻ അവിടെ പോയിട്ടുള്ളത്. അദ്ദേഹത്തിന്റെ പിതാവ് മരണപ്പെട്ടു എന്നറിഞ്ഞപ്പോൾ എന്റെ നിയോജകമണ്ഡലത്തിൽപ്പെട്ട ഒരാളെന്നുള്ള നിലയിൽ പോയി. അന്ന് അദ്ദേഹം ഈ സ്വർണ്ണക്കൊള്ള നടത്തിയതും ശബരിമല കൊള്ളയടിച്ചുകൊണ്ട് പോയ ആളാണ് എന്ന് അറിഞ്ഞുകൊണ്ടല്ല ഞാൻ അവിടെ പോയത്. അങ്ങനെയെങ്കിൽ ഞാൻ അവിടെ പോയില്ല. പിന്നീട് ഒരു തവണ ഞാൻ അവിടെ വീണ്ടും പോയത് എന്തിനാണെന്ന് ചോദിച്ചാൽ അദ്ദേഹം അവിടെ വീട് വെച്ച് കൊടുക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ ആ വീടിന്റെ താക്കോൽ ദാനം നിർവഹിക്കാൻ വേണ്ടി പോകണം എന്ന് അറിയിച്ചനുസരിച്ച് അവിടെ പോയി. അതൊരു ക്ഷേത്രത്തിലാണ് പോയത്. ആ ക്ഷേത്രത്തിൽ ചെല്ലുന്ന അവസരത്തിൽ അതിന് അവിടെ ദേവസ്വം ബോർഡ് മെമ്പറോ ആരൊക്കെ ഉണ്ടായിരുന്നു. ആരാ ദേവസ്വം ബോർഡ് മെമ്പർ എന്ന് ഞാൻ ഓർക്കുന്നില്ല, എനിക്കറിയില്ല. അന്നത്തെ ദേവസ്വം ബോർഡ് മെമ്പർ ആരാണെന്ന് നിങ്ങൾ കണ്ടെത്തിയാൽ മതി. നിത്യ സന്ദർശനമല്ല എന്നല്ലേ. പക്ഷെ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ വീടിന്റെ അയൽക്കാരൻ പറയുന്നത്, അയൽവാസി പറയുന്നത് താങ്കൾ അവിടുത്തെ നിത്യ സന്ദർശനാണെന്നാണ്. അല്ല, ഒരു കാര്യം ഞാൻ പറയാം. അയൽക്കാരൻ അങ്ങനെ പറഞ്ഞു എന്ന് പറയുമ്പോൾ ഈ എന്താ നമ്മള് പെയ്ഡ് ചാനലിനെ കുറിച്ച് കേട്ടിട്ടുണ്ട്, പെയ്ഡ് സാക്ഷികളെ കുറിച്ച് ഞാൻ കേട്ടിട്ടില്ല. അപ്പോൾ പെയ്ഡ് സാക്ഷി എന്ന് പറയുന്ന ആളിന്റെ രാഷ്ട്രീയ ലക്ഷ്യം എന്ത് എന്നതിനെ കുറിച്ച് നിങ്ങൾ അന്വേഷണം നടത്തുക. ഈ പുളിമാത്തെ വീട്ടിൽ എത്ര തവണ പോയി എന്ന് ഓർക്കുന്നുണ്ടോ? കാരണം അല്ല, നിത്യ സന്ദർശകൻ എന്ന് നിങ്ങളുടെ മരമുറി ചാനലാണ് എന്നെ നിത്യ സന്ദർശകനാക്കി മാറ്റിയിട്ടുള്ളത്.
അതിപ്പോൾ എത്ര തവണ പോയി എന്ന് നിങ്ങൾ തന്നെ കണ്ടെത്തിക്കൂ. നിങ്ങളല്ലേ ഇപ്പോൾ കണ്ടെത്തി ഓരോ കാര്യങ്ങളും സംപ്രേഷണം ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകൾ നിങ്ങൾ തന്നെയാണ് എന്നുള്ളത് കൊണ്ട് അത് നിങ്ങൾ തന്നെ കണ്ടെത്തുക. എനിക്ക് പറയാനുള്ള മറ്റ് ചാനൽ ഉള്ള ആളുകളും ആയി ഈ കാര്യങ്ങൾ പറയണം എന്നുള്ളത് കൊണ്ട് മറ്റുള്ള ആളുകളെ കൂടി ഞാൻ അറിയിക്കും. ഏത് അടൂർ പ്രകാശ് പോയിട്ടില്ല. ഞാനിത് ഇയാള് ഇത്തരക്കാരനാണ് എന്ന് അറിഞ്ഞതിന് ശേഷം ഞാൻ അവിടെ പോയിട്ടില്ല. എനിക്കറിയില്ല ആരാണ് ആ ആളുകൾ ആരാണെന്ന് എനിക്കറിയില്ല. അയാളോടൊപ്പം ആരോ രണ്ടോ പേരുണ്ടായിരുന്നു എന്റെ ഓർമ്മയാണ്. എനിക്കറിയില്ല രമേശ് ബാബു ഏതാണെന്ന് എനിക്കറിയില്ല. അല്ല എനിക്കറിയില്ലെന്ന് അറിയാത്തൊരു കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ടാകില്ല. അങ്ങ് ഏത് ചാനലാ? കൈരളി. അതിപ്പോ അങ്ങ് ചോദിക്കുമെന്ന് എനിക്കറിയാം. കുഴപ്പമില്ല. എനിക്ക് കടകംപള്ളി പറഞ്ഞതിനെ കുറിച്ചോ അല്ലെങ്കിൽ നിങ്ങളുടെ ചാനലിൽ കടകംപള്ളി എന്തൊക്കെയാണ് തന്നിരിക്കുന്നത് എന്നതിനെ കുറിച്ചൊന്നും എനിക്കറിയില്ല. ഏതായാലും ഞാൻ എന്റെ കാര്യങ്ങൾ ഞാൻ തുറന്നു. ഇന്നലെ നിയമസഭയില് ഇതായിരുന്നു വിഷയം. അപ്പോ ഭരണപക്ഷം UDF-നെതിരെ അല്ലെങ്കിൽ ഭരണപക്ഷം പ്രതിരോധം തീർത്തത് താങ്കളുടെ പേരും സോണിയാഗാന്ധിയുമായി നടത്തിയ പോറ്റിയുടെ കൂടിക്കാഴ്ചയ്ക്ക് ഉന്നയിച്ചിട്ടായിരുന്നു. അപ്പൊ ഇത് അങ്ങനെ നോക്കുമ്പോൾ സർക്കാരിനെ നന്നായിട്ട് അറ്റാക്ക് ചെയ്യാവുന്ന സമയത്ത് UDF-ന് എതിരായിട്ട് നിൽക്കുന്ന ഒരു ഘടകമായിട്ട് താങ്കളായിട്ടുള്ള ഈ ചിത്രങ്ങളും സോണിയാഗാന്ധി. ഞാൻ ഒരു കാര്യം പറയാം. കേരളത്തിലെ ചാനൽ എന്ന് പറയുന്നത് കേരള രാഷ്ട്രീയത്തിന്റെ നിങ്ങൾ സത്യസന്ധമായുള്ള വാർത്തകൾ കൊടുക്കുന്നവരാണ് എങ്കിൽ സത്യസന്ധമായുള്ള വാർത്തകൾ കൊടുക്കണം. അതിനപ്പുറം ആരെയെങ്കിലും ഒരാളിനെ ടാർഗറ്റ് ഇട്ടുകൊണ്ട് ആ ടാർഗറ്റിലേക്ക് കൊണ്ടുവന്ന് എത്തിക്കാൻ വേണ്ടി ശ്രമം നടത്തുന്ന ആരാണെങ്കിലും അതിനെ യോജിക്കാൻ അടൂർ പ്രകാശിനെ കിട്ടത്തില്ല. ഈ രമേശ് റാവുവിനെ താങ്കൾക്ക് അറിയാം? എനിക്കൊരു ഞാൻ താങ്കളോടല്ലേ പറഞ്ഞത്. രമേശ് റാവു എന്ന് പറയുന്ന ആളിനെ എനിക്കറിയില്ല. താങ്കൾ ഇങ്ങനെ അറിയാമോ എന്ന് ചോദിച്ച് പരമുറി ചാനലിൽ നാളെ വരും രമേശ് റാവു അടൂർ പ്രകാശിന്റെ സുഹൃത്താണ് എന്ന് വരെ വേണ്ടി വന്നാൽ പരമുറി ചാനലിൽ പറയും. ഇതിപ്പോ കട്ട് ചെയ്ത് നിങ്ങൾ കൊടുക്കുമെന്ന് എനിക്കറിയാം. ഈ താങ്കൾ ഉണ്ണികൃഷ്ണൻ പൊറ്റിയെ കണ്ടതിൽ ഈ കുഴപ്പമില്ലെന്ന് പറയുന്നു. ആ സമയത്ത് തന്നെ കടകംപള്ളി സുരേന്ദ്രനും അല്ലല്ല അതെല്ലാം ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഇനിയിപ്പോ കൈരളി ചാനലിന് വേണ്ടി പ്രത്യേകം ഒന്നും പറയാനില്ല. ഈ കാര്യത്തിൽ കുറച്ചുകൂടെ ജാഗ്രത പുലർത്തായിരുന്നു എന്ന് ഇപ്പൊ തോന്നുന്നുണ്ടോ? ഇല്ല, അത് ജാഗ്രത പുലർത്തുന്ന ഒരു വിവരം അറിയുമ്പോഴാണ് ഒരാളിനെ കുറിച്ച് ഒരു കള്ളനാണോ മോഷ്ടാവാണോ കൊള്ളസംഘക്കാരനാണോ എന്ന് ഒരാളിനെ കുറിച്ച് കൃത്യമായി അറിഞ്ഞു. ഇപ്പൊ നാളെ നിങ്ങളെ കുറിച്ച് അറിഞ്ഞാലും ഞാൻ നാളെ നിങ്ങളെ അടുപ്പിക്കത്തില്ല. ഞാൻ പറഞ്ഞു മനസ്സിലായില്ല. നാളെ നിങ്ങളെക്കുറിച്ച് എന്തെങ്കിലും ഒരു തെറ്റായ ഒരു വാർത്ത എന്റെ ശ്രദ്ധയിൽ വന്നാൽ നിങ്ങൾ ഇനി എന്തു പറഞ്ഞാലും ഞാൻ നിങ്ങളുമായി ബന്ധം വിച്ഛേദിക്കും. കാരണം എന്താണെന്ന് വെച്ചാൽ ഒരു പൊതുപ്രവർത്തകനാണ്. ഞാനൊരു പൊതുപ്രവർത്തകൻ എന്നുള്ള നിലയിൽ എന്റെ പ്രവർത്തനങ്ങൾ കൃത്യമായി നടത്തണം എന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ്. എന്റെ കഴിഞ്ഞകാല ചരിത്രങ്ങൾ നിങ്ങൾ എടുത്തു പരിശോധിച്ചാൽ നിങ്ങൾക്ക് ഓരോരുത്തർക്കും മനസ്സിലാക്കാൻ കഴിയും എന്നുള്ളത് കൊണ്ടാണ് ഞാൻ